അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് ചങ്ങായിമാരെ, എല്ലാവർക്കും സുഖമല്ലേ? നമ്മൾക്കൊക്കെ ഒരുപാട് സോഷ്യൽ മീഡിയയിലൂടെ നല്ല അറിവുകൾ തരുന്ന നമ്മുടെ റാഫിക്കാട്ടാ. ഈ റാഫിഖാൻ്റെ ഈ ഒരു ഇതൊന്ന് കേട്ടോ കേട്ടാ. നല്ല മതപരമായിട്ട് എല്ലാം കൊണ്ടും ഒരുപാട് നല്ല അറിവുകൾ തരുന്നവരെ വ്യക്തിയാണ് കേട്ടാ. ഏതായാലും ഒന്ന് നമുക്കിത് കേൾക്കാം. ഈ രണ്ടാം കല്യാണം കഴിക്കാൻ പോതിയുള്ള ഒരു ചെങ്ങായി ഭാര്യൻ്റെ അടുക്ക പോയിട്ട് പറയണം, ദഖല റജുലുൻ അലാ സൗജത്തിഹി ഹസീന. സങ്കടം അഭിനയിച്ചുകൊണ്ട് ഭാര്യൻ്റെ അടുക്കൽ ഇങ്ങനെ ചെല്ലുകയാണ്. അപ്പോൾ ഫസഅലത്ത്, ഭാര്യ ചോദിച്ചു, മാബിക്ക് എന്താ നിങ്ങൾക്ക് പറ്റിയത്? ഫഖാല, അപ്പോൾ ആൾ പറഞ്ഞു, ഒരു നമ്പർ ഇറക്കുക, അമറ സുൽത്താൻ ബി ഖത്ലി കുല്ലി മല്ലം മെത്തസവ്വജ് ബി സാനിയ. രണ്ടാമത് കല്യാണം കഴിക്കാത്ത പുരുഷന്മാരെ കൊല്ലാൻ രാജാവ് ഉത്തരവിട്ടിട്ടുണ്ട്. അപ്പോൾ ഇവള് ഭയങ്കര വളവത്തിയാണ്. ഫഖാലത്ത്, അവൾ പറഞ്ഞു, അല്ലാഹു അക്ബർ, ലഖദ് ഇസ്തഫാക അല്ലാഹു ലിശ്ശഹാദ. നിങ്ങൾ അല്ലാഹു തആല ഒരു ഷഹീദിൻ്റെ പ്രതിഫലം തരാൻ വേണ്ടിയിട്ട് അള്ളാഹു നിങ്ങൾ അതിനെ നിശ്ചയിച്ചിരിക്കുന്നു. ഇപ്പം സമ്മതം കിട്ടുവച്ചിട്ട് ചെന്നാണ്. ഒരാളും ആഗ്രഹിക്കൂല. ഒരു ഭാര്യയും എത്ര നീക്കാൻ വയ്യാത്ത ഭാര്യയാണെങ്കിലും ഭർത്താവ് രണ്ടാമതൊരു വിവാഹം കഴിക്കുക, ഭർത്താവ് വേറൊരു പെണ്ണിനോട് അടുപ്പം കാണിക്കുക, ഇതൊന്നും ഒരു പെണ്ണും ആഗ്രഹിക്കൂല. ഭർത്താവ് അങ്ങനെ ആഗ്രഹിക്കുമോ? ഇല്ല. അതാണ് വിവാഹബന്ധം എന്ന് പറയുന്നത്. അതൊരു വല്ലാത്ത ബന്ധമാണ്. അതിൽ കളങ്കം വരുത്താൻ പാടില്ല. കളങ്കം വരുത്തി കഴിഞ്ഞാൽ ആ കുടുംബം അതോടുകൂടെ ശിഥിലമായി. അങ്ങനെ എത്ര കുടുംബങ്ങൾ അല്ലേ? പരിശുദ്ധ ഇസ്ലാമിൽ തന്നെ കല്യാണം കഴിക്കാൻ ഖുർആൻ പറയുന്നുണ്ട്, 2, 3, 4 കഴിക്കാൻ പറയുന്നുണ്ട്. കാരണങ്ങൾ ഉണ്ടാവണം. റാഫിക, നിങ്ങളെ വീഡിയോ കണ്ടപ്പോൾ എന്നെ കുറേ ചിന്തിപ്പിച്ചേട്ടാ. ഞാൻ കുറേ ചിന്തിച്ച്, പിന്നെ കുറേ ചിരിക്കുകയും ചെയ്തു. കാരണം എന്താണെന്നറിയാം, നമ്മുടെ കൂടെ പണിയെടുക്കുന്ന ഒരുപാട് എമിനികളുണ്ട്. അവരൊക്കെ 2, 3 കല്യാണം കഴിച്ചവരാണ്. അവരൊക്കെ എന്തായിരിക്കും കാരണം കാണിച്ചിട്ടുണ്ടാവില്ല? അതാണ് ഞാൻ ആലോചിക്കുന്നത്. അങ്ങനെ അവർ കാരണം കാണിച്ചതാണെങ്കിൽ ആദ്യത്തെ വീട്ടിൽ പോവില്ലല്ല. അതുമാത്രമല്ല, ആദ്യത്തെ കല്യാണം കഴിച്ചിട്ടുള്ള മക്കളാണ് ബാപ്പാൻ്റെ കല്യാണത്തിന് സ്പ്രേയും വാച്ചും അതുപോലെ തന്നെ ബെഡ്ഷീറ്റും ഇതൊക്കെ കൊടുത്തു വിടും കേട്ടാ. അപ്പോൾ ഞാൻ ചോദിക്കും, നീ എന്ത് ഇതെല്ലാം കൊടുത്തു വിടുന്നതെന്ന് പറയുമ്പോൾ എൻ്റെ ബാപ്പാൻ്റെ കല്യാണം കേട്ടോ. പക്ഷെ മക്കളും ബാപ്പ രണ്ടാമത് കല്യാണം കഴിക്കുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും. കാരണം എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ബാപ്പ കല്യാണം കഴിച്ചാൽ അവർക്കും കഴിക്കാമല്ല, ബാപ്പ തീർക്കൂല. ചിലപ്പോൾ അതായിരിക്കും എന്ന് എൻ്റെ ഒരു മനസ്സും അറിയുന്നതാണ്. പക്ഷെ അതിൽ ഞാൻ ഒരു കാര്യം മനസ്സിലാക്കിയത്, അവർ ഫസ്റ്റ് കല്യാണം അവരുടെ കുടുംബത്തിൽ നിന്നാണ് കഴിക്കുക. ചിലപ്പം അമ്മാവൻ്റെ മകളെ, ജ്യേഷ്ഠൻ്റെ മകളെ, അല്ലെങ്കിൽ മറ്റേത് ജ്യേഷ്ഠൻ്റെ മകൾ, അനിയൻ്റെ മകൾ, ജ്യേഷ്ഠൻ്റെ മകൾ, അങ്ങനെ ഇങ്ങനെയെല്ലാം ആയിട്ടാണ് കുടുംബത്തിൽ നിന്ന് കഴിക്കുക. പക്ഷെ രണ്ടാമത് മൂന്നാമത് കല്യാണം കഴിക്കുന്നതൊക്കെ അവർ പുറത്തുനിന്നായിരിക്കും. പക്ഷെ അങ്ങനെ എന്തെങ്കിലും ഒരു കാരണം കാണിച്ച് കല്യാണം കഴിച്ചതാണെങ്കിൽ കല്യാണം കഴിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരാൻ സമ്മതിക്കുമോ? സമ്മതം ഉണ്ടാവുമോ? അവർ കൊണ്ടുവരുന്ന അപ്പുറം ഫ്ലാറ്റ് ഇപ്പുറം ഫ്ലാറ്റാണ്. 8 മണിക്ക് ആദ്യത്തെ ഭാര്യേൻ്റെ അടുത്ത് പോയില്ലെങ്കിൽ പിറ്റേ ദിവസം 8 മണിയാകുമ്പോൾ രണ്ടാമത്തെ ഭാര്യേൻ്റെ അടുത്ത് പോകും. മൂന്നാമത്തെ ഭാര്യേൻ്റെ അടുത്ത് അതിൻ്റെ 3-ാമത്തെ ദിവസം 8 മണിക്ക് തന്നെ പോകും. ഇന്ന് ഭാര്യേൻ്റെ അടുത്ത് എത്ര മണിക്കാണ് പോയി അതേ ടൈമിനെ പോകും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവരൊക്കെ എന്തായിരിക്കും ഈ കാരണം കാണിച്ചിട്ടുണ്ടാവില്ല? ഞാൻ കുറേ ആലോചിച്ചു. പക്ഷെ അവരൊക്കെ നല്ല ബന്ധങ്ങളാണ്, മക്കളാണ് ബാപ്പാൻ്റെ കല്യാണത്തിന് കൊടുക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും കാരണം കാണിച്ചതാണെങ്കിൽ മക്കൾ അവരെ തിരിഞ്ഞു നോക്കുമോ? റാഫിക, അത് മാത്രമല്ലേ, ഈ എമിനികൾ ഇവരൊക്കെ ദുആ ചെയ്യും, നിങ്ങൾക്ക് ഒന്നും കൂടി കല്യാണം കഴിക്കാൻ ഭാഗ്യമുണ്ടാവട്ടെ, ഇനിയും കല്യാണം കഴിക്കട്ടെ എന്ന്. അപ്പോൾ നമ്മൾ വേണ്ടെന്ന് പറയുമ്പോൾ അവർ ചോദിക്കും, എന്തെന്നറിയാം, നിങ്ങൾക്ക് എന്താ പെണ്ണുങ്ങളെ പേടിയാണോ? ആദ്യത്തെ പെണ്ണുങ്ങളെ പേടിയാണോ? എന്താ 2 കല്യാണം കഴിച്ചാൽ എന്ന് ചോദിക്കും. എന്താണ് റാഫിഖാൻ്റെ അഭിപ്രായം? അപ്പോൾ നിങ്ങളെല്ലാവരും എന്താക്കും, ഒന്ന് കമൻറ്റ് ചെയ്യട്ടാ. അവരൊക്കെ എന്തായിരിക്കും കാരണം കാണിക്കുന്നുണ്ടാവുക? പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടാ, ഫസ്റ്റിൽ നമ്മൾ കല്യാണം കഴിച്ച് രണ്ടാമത് കല്യാണം കഴിക്കുമ്പോൾ ഫസ്റ്റ് ഭാര്യയൊക്കെ ഒരു പ്രാവശ്യം എതിർപ്പുണ്ടാവും. 3-ാമതും 4-ാമതൊക്കെ കഴിക്കുമ്പോൾ ആദ്യത്തെ ഭാര്യ വിചാരിക്കും, ഏതായാലും 2 കഴിച്ച്, ഇനി 3 കഴിച്ചാലും 4 കഴിച്ചാലൊക്കെ എനക്ക് ഒരുപോലെ തന്നെ വിചാരിക്കും. സത്യമല്ലേ? ശരിക്ക് ഒന്ന് അറിയിക്കണേ, മറക്കല്ലേ.